പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ്, പൊതുജനാഭിപ്രായവും സമ്മർദ്ദ ഗ്രൂപ്പുകളും. അപ്പോൾ പൊതുജന അഭിപ്രായം എന്താണെന്ന് നോക്കാം. ഒരു നിശ്ചിത കാലയളവിൽ പൊതു താല്പര്യം ഉണർത്തുന്ന വിഷയങ്ങളെക്കുറിച്ച് സാമാന്യ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊതുജനാഭിപ്രായത്തിൻ്റെ ഇന്ത്യയിലെ ജനാധിപത്യ രീതിയിൽ അതിൻ്റെ ഒരു പങ്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ നയിക്കുന്നുണ്ട്. അതായത് ഗവൺമെൻറ് നയങ്ങളെ രൂപീകരിക്കുവാനും ഗവൺമെൻറ്റിനെ നയിക്കുവാനും പൊതുവെ ജനാഭിപ്രായം എന്താണ് ഇത് അപേക്ഷിതമാണ്. പിന്നെ എന്താ, നിയമനിർമ്മാണത്തിന് സഹായിക്കുന്നു, ഹെൽപ്പിംഗ് ലോ മേക്കിംഗ്. പൊതുജനാഭിപ്രായം സമകാലീന പ്രശ്നങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. പിന്നെന്താ, ഗവൺമെൻറ് എല്ലായ്പ്പോഴും പൊതുജന അഭിപ്രായത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ കീഴിലാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ എന്താണ് അഴിമതി വിരുദ്ധമായി പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെന്താ, ഒരു കാവൽ നായയെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്, ആക്ട് ആസ് എ വാച്ചിങ് ഡോഗ്. പൊതുജനാഭിപ്രായം ഒരു കാവൽ നായയെ പോലെ പ്രവർത്തിക്കുന്നു. പൊതുജനാഭിപ്രായം ഗവൺമെൻറ്റിന് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറാത്ത ജാഗരൂകരായിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്, ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാനായിട്ട് എന്താണ് പൊതുജനാഭിപ്രായം സഹായിക്കുന്നു. ഓക്കെ, അടുത്ത പോയിന്റാണ് അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്നത്. പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്. പൗരന്മാരുടെ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷകരായി പൊതുജനാഭിപ്രായം എന്നാണ് പ്രവർത്തിക്കുന്നത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കുവാനും പിന്തുണയ്ക്കുവാനും അവകാശമുണ്ട്. പൊതുജനാഭിപ്രായം ജനങ്ങളുടെ അവകാശവും സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ മാത്രമല്ല ചെയ്യുന്നത്, അതിനൊപ്പം ഗവൺമെൻറ്റിൻ്റെ സമകാലീന സമൂഹത്തിൽ സജീവമായി പ്രവർത്തിക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെന്താ, അന്തർദേശീയ തലത്തിൽ ശക്തമായ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നു. ആക്ട് ആസ് എ പവർഫുൾ ഫോഴ്സ് ഇൻ ഇൻ്റർനാഷണൽ സ്ഫെയർ. പൊതുജനാഭിപ്രായത്തിന് ലോകവ്യാപകമായ പ്രാധാന്യമുണ്ടെന്ന് പറയണം. എന്താണ്, അന്തർദേശീയ ബന്ധങ്ങളിൽ സ്വാധീനം ചെലുത്താനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെന്താണ്, ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പല സാമൂഹ്യ പ്രശ്നങ്ങളിലും നമുക്ക് അഭിപ്രായം ഉദാഹരണത്തിന് മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്താണ് പൊതുജനാഭിപ്രായങ്ങൾ പല സെമിനാറും ഒരുപാട് സമ്മേളനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരിലാണ് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി. പിന്നെ എന്താണ്, പരിസ്ഥിതി മലിനീകരണം അല്ലേ, പല സ്ഥലത്ത് പരിസ്ഥിതി മലിനീകരണത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഒത്തുചേർന്ന് അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത തീവ്രവാദം. പിന്നെന്താണ്, വർഗ വിവേചനത്തിനെതിരെ, മതത്തിനെതിരെ, ബാലവേല നിരോധനത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ പൊതുജനാഭിപ്രായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് പൊതുജനാഭിപ്രായ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു വഴിക്കാട്ടി നിൽക്കുന്നുണ്ടെന്ന് പറയണം. പൊതു നന്മയ്ക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. പൊതുജനാഭിപ്രായം ഒരു കാവൽ നായയെ പോലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ്റിനെ കൂടുതൽ കാര്യക്ഷമമാക്കി പ്രവർത്തിക്കാൻ പ്രേരണ നൽകുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഇവ സഹായിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പൊതുജനാഭിപ്രായത്തിന് വ്യത്യസ്ത ഏജൻസികളുണ്ട് അല്ലേ. ചുമ്മാ കുറച്ച് പേര് കൂടി നിന്നിട്ട് റോഡിലിറങ്ങിയിട്ട് മൈക്ക് പിടിച്ച് സംസാരിക്കുക മാത്രമല്ല, പല ഏജൻസികളിൽ കൂടിയാണ് അവരുടെ അഭിപ്രായങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. അങ്ങനെ രാഷ്ട്രീയ സാമൂഹീകരണം. അതിനെന്താ പറയണേ, ആധുനിക സമൂഹത്തിൽ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് ഒതുങ്ങുന്ന നിരവധി ബഹുജന മാധ്യമങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണത്, പ്രസ് അല്ലേ, വർത്തമാന പത്രങ്ങൾ, വർത്തമാന മാധ്യമം, തികച്ചും വർത്തമാന പത്രങ്ങളാണ് ഏറ്റവും ഫലപ്രദമായിട്ട് അഭിപ്രായ രൂപീകരണ മാധ്യമമായിട്ട് പറയുന്നത്. വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് പുറമെ പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവിധ വീക്ഷണങ്ങൾ, അനുകൂലവും പ്രതികൂലവുമായ വാദഗതികൾ തുടങ്ങിയ അവതരിപ്പിക്കുന്ന പത്രങ്ങളുടെ പതിവാണ്. ഓക്കെ, പൊതുകാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പത്രത്തിലുണ്ടാകും. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതും ജനങ്ങളുടെ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ടതും പത്രത്തിൻ്റെ കടമയാണ്. ഓക്കെ, പിന്നെന്താ, പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലേ, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, അതെന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. പൊതുജനാഭിപ്രായ രൂപീകരണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി രാഷ്ട്രീയ കക്ഷികളാണ്.
പണ്ട് കാലം മുതലേ ബ്രിട്ടീഷുകാരൊക്കെ വരുന്ന കാലം മുതലൊക്കെ എന്താണ് ഇങ്ങനെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ വന്നു തുടങ്ങിയത്. ജനങ്ങളിലേക്ക് ആശയങ്ങളും വസ്തുതകളും എത്തിക്കുന്നത് എന്താണ്? രാഷ്ട്രീയ കക്ഷികളാണ്. സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും അവരെന്താണ് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ സമകാലിക വീക്ഷണങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. വീക്ഷണം വിപുലീകരിക്കുവാനും പ്രശ്നങ്ങളിൽ വിമർശനാത്മകമായ തീർപ്പ് കൽപ്പിക്കുന്നതിനുമുള്ള കഴിവ് വളർത്താൻ വിദ്യാഭ്യാസം സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് സിനിമ, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവയ്ക്ക് നിരക്ഷരെ പോലും സ്വാധീനിക്കാനായിട്ട് കഴിയും. പിന്നെന്താ, റേഡിയോയും ടിവിയും. പണ്ട് കാലം മുതൽ എന്താണ് റേഡിയോ ഉണ്ടല്ലേ. പണ്ടത്തെ പല അടിമത്തത്തിനെതിരെയും എന്താണ് വർണ്ണവിവേചനത്തിനെതിരെയും മതത്തിനെയും ജാതിക്കെതിരെയും പല നാടകങ്ങളും ആദ്യകാലങ്ങളിൽ എവിടെയാണ് വന്നിരുന്നത്? റേഡിയോയിൽ കൂടിയാണ് വന്നിരുന്നത് അല്ലേ. ഇലക്ട്രോണിക് മാധ്യമങ്ങളായ റേഡിയോയും ടിവിയും സാമൂഹ്യ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. പത്രമാധ്യമങ്ങൾ വിദ്യാസമ്പന്നരെ മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ. പക്ഷേ റേഡിയോയും ടിവിയും പോലുള്ള മാധ്യമങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ ജനങ്ങളിലേക്ക് സമകാലീനമായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറുകയും അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. റേഡിയോയും ടിവിയും പോലുള്ള മാധ്യമങ്ങൾ സമൂഹത്തിൽ ഒരു പുതിയ സാമൂഹ്യ ക്രമം ഉണ്ടാക്കുകയും സമൂഹത്തിലെ ദുരാചാരങ്ങളെ മാറ്റുവാനുമുള്ള ശക്തമായ ആയുധമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ, പൊതുസമ്മേളനങ്ങൾ, പബ്ലിക് മീറ്റിംഗ്. സമ്മേളനങ്ങൾ പൊതുജനാഭിപ്രായങ്ങൾ നേരിട്ടറിയുവാനുള്ള ഒരു ഉപാധിയാണ്. അതിലൂടെ എന്താണ്, സാമൂഹ്യ, സാംസ്കാരിക, ഭൗതിക, രാഷ്ട്രീയ പ്രവർത്തനത്തെ ശ്രദ്ധയോടെ രൂപീകരിക്കുവാൻ സഹായിക്കുന്നു. പൊതുസമ്മേളനങ്ങൾ, ചർച്ചകൾ, സിംപോസിയം, സെമിനാർ എന്നിവയിലൂടെ ജനങ്ങളോട് സമകാലീന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അവരുടെ അഭിപ്രായം ശേഖരിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത്രയാണ് പൊതുജനാഭിപ്രായത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. പബ്ലിക് ഒപ്പീനിയനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് പറയാം. നമുക്ക് ഇനി പ്രഷർ ഗ്രൂപ്പ്സ് എന്താണെന്ന് നോക്കാം. സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ആധുനിക സമൂഹത്തിൽ രാഷ്ട്രീയ കക്ഷിയിൽ കൂടാതെ നിരവധി സംഘടനകൾ രാഷ്ട്രീയ പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യ ഗ്രൂപ്പുകൾ, സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്നീ പേരുകളാണ് ഇവ പൊതുവെ അറിയപ്പെടുന്നത്. എല്ലാ ലിബറൽ ജനാധിപത്യ രാഷ്ട്രങ്ങളിലും എന്താണ് പൗരന്മാരുടെ വ്യത്യസ്ത താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന അനേകം ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ പരസ്പരവും ഗ്രൂപ്പുകളും സർക്കാരും തമ്മിലും ഇടപഴകുന്നു. സമ്മർദ്ദ താല്പര്യ ഗ്രൂപ്പുകൾ രാഷ്ട്രീയ കക്ഷിയുടെ പങ്കിനെയും ലക്ഷ്യങ്ങളെയും കൂടുതൽ അർത്ഥവത്താക്കുകയാണ് ചെയ്യുന്നത്. അവർ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗികമായി കഴിയുന്നു. ഈ അധികാരത്തിന് വേണ്ടി പൊരുതുന്ന അംഗീകൃത ഔപചാരിക ഗ്രൂപ്പുകളാണ് രാഷ്ട്രീയ കക്ഷികൾ. അതേസമയം താല്പര്യ ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളും അനൗപചാരികവും പരോക്ഷവുമായി പ്രവർത്തിക്കുന്ന അനംഗീകൃത അതായത് അംഗീകരിക്കപ്പെടാത്ത ഗ്രൂപ്പുകളും ആണ് എന്നാ പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ പ്രഷർ ഗ്രൂപ്പ്സിൽ അവരുടെ പ്രവർത്തന തന്ത്രങ്ങൾ എന്താണ്? നമ്മുടെ പ്രഷർ ഗ്രൂപ്പ്സിൻ്റെ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പ്രവർത്തന തന്ത്രങ്ങൾ. ഗവൺമെൻറ് നയങ്ങളെ സ്വാധീനിക്കാൻ പലവിധ തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് സമ്മർദ്ദ ഗ്രൂപ്പുകൾ. താല്പര്യ ഗ്രൂപ്പുകൾ സ്വീകരിക്കുന്ന രണ്ടെണ്ണമാണ് പറയുന്നത് കേട്ടോ. ഗവൺമെൻറ് വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെയും നേരിട്ട് സ്വാധീനിക്കുന്നു. പിന്നെന്താ, വ്യക്തികൾ, രാഷ്ട്രീയ കക്ഷികൾ, പൊതുജനാഭിപ്രായം എന്നിവ വഴി ഗവൺമെൻറ്റിനെ പരോക്ഷമായിട്ടും സ്വാധീനിക്കുക. പിന്നെന്താണ്, ഇപ്പം ഈ പറഞ്ഞത് താല്പര്യ ഗ്രൂപ്പുകൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് പറഞ്ഞ രണ്ടെണ്ണം. നമുക്ക് എന്താ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ തന്ത്രങ്ങൾ ഏതാണെന്ന് നോക്കാം. നിയമസഭാ സമാജികരും പിന്നെന്താ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ സ്വാധീനിക്കുന്നതിനെ കുറിച്ചാണ് പറയണത്. പിന്നെന്താണ്, പത്രങ്ങളും മറ്റ് പ്രസിദ്ധീകരണങ്ങളും ആശയ മാധ്യമങ്ങളും വഴി പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്നു. പിന്നെന്താ, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ഗ്രൂപ്പുകൾക്കും സാമ്പത്തിക സഹായം നൽകി തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെന്താ പറയാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്ലാറ്റ്ഫോം കമ്മിറ്റിയുമായോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുമായോ സമ്പർക്കം പുലർത്തി
അവരുടെ പ്രകടന പത്രിക സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിയമസഭാ സാമാജികരുമായി ചർച്ചകളിൽ ഏർപ്പെടുക, പിന്നെന്താ നിയമസഭാ കമ്മിറ്റികളുടെ വെളിപ്പെടുത്തലുകളിൽ സഹകരിക്കുക. കത്തിടപാടുകൾ, പിന്നെന്താണ് ടെലഗ്രാം, പിന്നെന്താ മുതലായ വഴി നിയമസഭാ സാമാജികർ ഓരോ തർക്ക വിഷയങ്ങളിൽ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. മുതലായ മാർഗം വഴി നിയമനിർമ്മാണത്തെ സ്വാധീനിക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെന്താ പാസ്സാക്കിയ നിയമങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് പ്രവർത്തിക്കുകയോ കോടതികൾ ഗവൺമെൻറ് നടപടികളുടെ സാധ്യതയെ ചോദ്യം ചെയ്യുകയോ ചെയ്യുക. പിന്നെന്താ നിയമസഭാംഗങ്ങൾക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും കോഴ കൊടുത്ത് ഗവൺമെൻറ് നയങ്ങളെ സ്വാധീനിക്കുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ.